ഹുക്കുരു മിസ്കിയ, മാൽഡീവ്സിലെ ഏറ്റവും പഴയ പള്ളി. ഐലൻഡിലിരുന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ മാല കറങ്ങാൻ പോയതായിരുന്നു ഞങ്ങൾ. അവിടെ നിന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഈ മുസ്ലിം പള്ളി നമ്മുടെ കണ്ണിൽപ്പെട്ടത്. ഇത് ശ്രദ്ധിക്കാനുണ്ടായ പ്രധാന റീസൺ, പുറത്തുനിന്ന് നോക്കിയാൽ നമ്മുടെ ടിപ്പിക്കൽ മുസ്ലിം പള്ളി ലുക്കൊന്നും ഇതിനില്ല. പണ്ടിവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് മതത്തിൻ്റെ ഒരു ടച്ച് കൊണ്ടായിരിക്കാം പള്ളിക്കൊരു ടെമ്പിൾ വൈബാണ്. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പം നമ്മൾ വല്ലാതെ അതിനൊന്ന് ശ്രദ്ധിച്ചു. പക്ഷേ ഈ പള്ളി പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ എത്രയോ അടിപൊളിയാണ് ഉള്ളിൽ പോയപ്പോൾ. കോറൽ കൊണ്ട് അവർ അടിപൊളി ആർട്സ് വർക്കാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ണ് തള്ളിപ്പോകുന്ന ഐറ്റംസ്. ഏറ്റവും ഷോക്കിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഏകദേശം ഒരു 350 വർഷം പഴക്കമുള്ളതാണ്. ഇക്കാലത്ത് ഇപ്പോഴത്തെ പോലത്തെ മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർക്കണം. പള്ളിയുടെ ഉള്ളിലൊക്കെയുള്ള സ്ലൈഡിങ് ഡോഴ്സാണ്, അതും നല്ല പൊളി മരത്തിൻ്റെ ഡോഴ്സ്. ആ ഡോഴ്സിൻ്റെ മുകളിലും ഈ മതിലിൻ്റെ മുകളിലൊക്കെ അവർ ചെയ്തു വെക്കുന്ന കൊത്തുപണികളൊക്കെ കണ്ടിരുന്നാൽ നമ്മൾ തന്നെ വിചാരിക്കും എങ്ങനെയായിരിക്കും അവരത് അന്ന് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അത് മാത്രമല്ല, ഈ പള്ളി അടിപൊളിയാണെന്ന് ഞാൻ പറയാൻ വേറൊരു റീസൺ കൂടിയുണ്ട്. 2008 യുനെസ്കോ ഇറക്കിയ ടെൻറ്റേറ്റീവ് ഹെറിറ്റേജ് ലിസ്റ്റിലും ഈ പള്ളിയുണ്ട്. അതായത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല ഈ പള്ളി. മാൽഡീവ്സിൻ്റെ കൾച്ചർ, ഹിസ്റ്ററി, അവരുടെ ആർട്ടിസ്റ്റിക് കഴിവ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര നട്ടപ്പൊരു വെയിലത്ത് പോയാലും എന്തൊരു കൂളിംഗ് ആണെന്നറിയോ അതിൻ്റെ ഉള്ളിൽ. നമ്മളെപ്പോഴുള്ള പള്ളിയൊക്കെ ഒരു 5 മിനിറ്റ് ഫാൻ ഓഫാക്കിയാൽ അല്ലെങ്കിൽ AC ഓഫാക്കിയാൽ കാണാം കിയാമത്ത് നാൾ വന്ന പോലെ ഉണ്ടാവും. അതേപോലെ പുറത്ത് ഒരുപാട് കബറുകളുണ്ട്. സുൽത്താൻ്റെയും അവിടുത്തെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെയാണ്. അതിലൊക്കെ ഇവരുടെ ഹിസ്റ്ററിയും ഇവരെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മാൽഡീവ്സ് പോവുകയാണെങ്കിൽ പള്ളി കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കാണണം കേട്ടോ. ഇതേപോലെയുള്ള കൂടുതൽ മാൽഡീവിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.